ക്രിസ്മസ് സമ്മാനം തന്നെയാണ്. ക്രിസ്മസ് ബമ്പർ അടിച്ചിരിക്കുകയാണ് ഞാൻ. ഒരുപാട് പേര് ഇതിന് കണ്ണും നട്ടിരുന്നു, പക്ഷെ ഒരാൾക്ക് മേയറാവാൻ കഴിയും. തീർച്ചയായിട്ടും ഒരാൾക്കാണ് മേയറാവാൻ കഴിയുള്ളൂ. പാർട്ടി എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. കോൺഗ്രസ് പാർട്ടിയോട് എല്ലാ കാലത്തും എനിക്ക് കടപ്പാടും നന്ദിയുണ്ട്. ക്രിസ്മസ് സമ്മാനമായാണ് ഡോക്ടർ നിജി ജസ്റ്റിന് മേയർ പദവി എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷത്തിലാണ്. അതെ, ഇവിടെ സൂചിപ്പിച്ച പോലെ ക്രിസ്മസ് സമ്മാനം തന്നെയാണ്. ക്രിസ്മസ് ബമ്പർ അടിച്ചിരിക്കുകയാണ് ഞാൻ. ഒരുപാട് പേര് ഇതിന് കണ്ണും നട്ടിരുന്നു, പക്ഷെ ഒരാൾക്ക് മേയറാവാൻ കഴിയും. തീർച്ചയായിട്ടും ഒരാൾക്കാണ് മേയറാവാൻ കഴിയുള്ളൂ. പാർട്ടി എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. കോൺഗ്രസ് പാർട്ടിയോട് എല്ലാ കാലത്തും എനിക്ക് കടപ്പാടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് നേതൃത്വം, അതുപോലെ തന്നെ KPCC നേതൃത്വം, AICC നേതൃത്വം, എല്ലാ നേതാക്കന്മാരോടും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ AICC തുടങ്ങുകയാണെങ്കിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽജി, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മാഡം, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറ്, പ്രതിപക്ഷ നേതാവ് BD സതീശൻ സാറ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറ്, അതുപോലെ തന്നെ UDFിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് സാറ്, അങ്ങനെ UDFിൻ്റെ എല്ലാ നേതാക്കന്മാർ, സംസ്ഥാനത്തെയും ജില്ലയിലെയും നേതാക്കന്മാർ എല്ലാവരോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ള തൃശ്ശൂരിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരോടും, എൻ്റെ കൂടെയുള്ള സഹഭാരവാഹികൾ, ഞാൻ DCCയുടെ വൈസ് പ്രസിഡൻ്റാണല്ലോ, എൻ്റെ കൂടെയുള്ള സഹഭാരവാഹികളോടും, അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഇപ്പോൾ കൗൺസിലേഴ്സ് എല്ലാവരോടും എനിക്ക് പ്രത്യേകിച്ച് അവരെല്ലാവരെയും ഒരു സപ്പോർട്ട് കൂടിയിട്ടാണല്ലോ ഇതുവരെ എത്തിയത്. മാത്രമല്ല എൻ്റെ കിഴക്കുംപാട്ടൂരിലെ എൻ്റെ വോട്ടർമാരോട്, എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കിഴക്കുംപാട്ടൂരിലെ എല്ലാ വോട്ടർമാർക്കും, കിഴക്കുംപാട്ടൂരിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇതെങ്ങനെ മാനേജ് ചെയ്യും? തിരക്ക് പിടിച്ച ഡോക്ടർ, തൃശ്ശൂർ മേയറെ പോലൊരു തിരക്ക് പിടിച്ച പണി ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നു? ഞാൻ ഡോക്ടർ പണി ചെയ്യില്ല എന്ന് വെച്ചാൽ അതിങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം അതിനേലും വലിയ റെസ്പോൺസിബിലിറ്റി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളും ഡോക്ടർ എന്നുള്ള ജോലി ചെയ്തിരുന്നു. അതിലും ഞാൻ വേറിട്ട മാർഗത്തിലൂടെയാണ് കടന്നു പോയിരിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഡോക്ടർ എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ AR മേനോനായിരുന്നു 100 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ മുനിസിപ്പൽ ചെയർമാനായത്. അപ്പോൾ 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഡോക്ടർ പിന്നീട് ഈ പദവിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം പിന്നെ നിയമസഭാ അംഗമായി, കേരളത്തിൻ്റെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്ററായി. അപ്പോൾ അതും ഞങ്ങൾക്ക് ഡോക്ടർമാർക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ്. എന്താണ് തൃശ്ശൂരിനായി മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്? എനി വിഷൻ? തൃശ്ശൂരിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറേയേറെ സ്വപ്ന പദ്ധതികളുണ്ട്. അത് ആദ്യമായിട്ട് തൃശ്ശൂരിൻ്റെ അടിസ്ഥാനപരമായ വികസനം, സമഗ്രമായ വികസനം ഒരു വശത്തും, മറുവശത്ത് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ, പിന്നെ കൂട്ടായ ആലോചനയിലൂടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് DCC നേതൃത്വം, അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടിയിട്ട് ഭാവി പരിപാടികൾ നമുക്ക് തീരുമാനിക്കണം. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിക്ക് തന്നെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുമിച്ച് കൂട്ടായ പ്രവർത്തനത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എന്തായാലും ജനങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വികസനം അടുത്ത 5 വർഷത്തിനുള്ളിൽ തൃശ്ശൂരിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മേയറുടെ കുടുംബാംഗങ്ങൾ നമുക്ക് ഡോക്ടർ ജസ്റ്റ് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? എൻ്റെ ഫാദർ 40 കൊല്ലം മുമ്പ് തൃശ്ശൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അതിനുശേഷം ഇത് മൊത്തം തിരക്കായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഡോക്ടർ കുടുംബമാണല്ലോ. പൊതുവെ ഞങ്ങൾ ബിസിയാണ്, പക്ഷേ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. പ്രൊഫഷൻ ഡോക്ടറാണെങ്കിലും നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുള്ള ആഗ്രഹമുള്ള ഒരു കൂട്ടർ ഞങ്ങൾ മക്കളടക്കം അങ്ങനെ തന്നെയാണ്. മക്കളും വളരെ ഹാപ്പി ആയിരിക്കും. അതെ, തീർച്ചയായും വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. എന്താണ് പറയാനുള്ളത് അമ്മയുടെ ഒരു ഇതിന്? സന്തോഷം. മെരി ക്രിസ്മസ്. നല്ലൊരു ക്രിസ്മസ് ആയി ഇക്കൊല്ലത്തെ ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പിയാണ്. ഞങ്ങളും സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ആക്റ്റീവാണ് ഇപ്പോൾ തന്നെ. അതെ, ഞങ്ങൾ കണ്ടു വളർന്നത് ഞങ്ങളുടെ അപ്പനെയും അമ്മേനെയൊക്കെയാണ്. അമ്മ ഒരു ഡോക്ടറായിരുന്നപ്പോഴും, ഞങ്ങളുടെ അമ്മയായിരുന്നപ്പോഴും, ഈ വീട്ടിലെ മരുമകളായിരുന്നപ്പോഴും എല്ലായ്പ്പോഴും അമ്മ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഒരിക്കലും ഒന്നിൽ നിന്ന് വിട്ട് മാറി നിന്ന് അങ്ങനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടും ജനങ്ങൾ അർഹിക്കുന്ന ഒരു നേതാവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ആശംസകളും. ഡോക്ടർ തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.